അപ്പളേ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമ്മളെ പട്ടിയെ കടുവ പിടിച്ചു, കീന്നൊന്നും കരഞ്ഞവള്. ഫോറസ്റ്റുകാർ വന്നു, അവര് പറഞ്ഞ എന്നാന്ന് അറിയത്തില്ല, എന്തോ കാട്ടുജീവി പിടിച്ചാന്നൊക്കെ അവര് പറയുന്നേ. പക്ഷെ കാട്ടുജീവി പിടിച്ചാണോ പട്ടിയുടെ കൊങ്ങ കടിച്ചു മുറിച്ച് വലിയ പൊത്തുമായിട്ട് പട്ടി പിറ്റേ നേരമായില്ല, അതിനുമ്പ് പട്ടി ചത്തുപോയി. മുഴുത്ത പട്ടിയായിരുന്നു. ഞങ്ങൾ മക്കളെ വളർത്തുന്ന പോലെ അതിനെ വളർത്തിക്കൊണ്ടിരുന്ന, അത് ചത്തുപോയി. ഇനിയിപ്പം ഞങ്ങൾക്ക് തന്നെ പുറത്തിറങ്ങി നടക്കാൻ പേടിയാ. രാത്രി ഞങ്ങൾ ബാത്റൂം പുറത്താ, ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. തെളിക്കുന്നില്ല. അവരോട് പറയുമ്പോൾ അവർ ചീത്തയാ പറയുന്നത്. ഞാൻ പാമ്പൊക്കെ കയറി വരുവാ, ഇടയന്തുക്കള് പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ രാത്രിക്ക് അയലോക്കാരെ വിളിക്കുമ്പോഴത്തേനും പാമ്പ് ഏരിയയിൽ ഓടിപ്പോകും. വരുമ്പോട്ട് കാണുകയില്ല. ആനയോ നമ്മുടെ ഈ മണ്ടയ്ക്ക് എല്ലാം ആനയാ. ആനയും കാട്ടുപന്നി ഒരു സാധനം കുഴിച്ചു വെക്കത്തില്ല മാനെ. ഞാൻ ഈ നുണ പറഞ്ഞ് വഴിച്ചിട്ടില്ല. എനിക്ക് സത്യം മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതിന്റെ പേരിൽ ഒച്ച കേട്ടു, ഒരു 2 കിൻഡലോളം ചാടുന്ന പോലത്തെ ഒച്ചയാ കേട്ടത്. ഞാനോട് അതാ പെരയുടെ തൂണ് വരെ പറഞ്ഞു പോയിരുന്നു. സഹോദരങ്ങളായതുകൊണ്ട് അവർക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റിയല്ലോ. രോഗം കൂടുതലായപ്പോ എന്റെ കെട്ടിയോൻ എന്നെ ഉപേക്ഷിച്ച് പോയി. മക്കളൊന്നുമില്ല, ആരുമില്ല. ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് തുണ. അതുകൊണ്ട് ഇന്നിപ്പം ജീവനോടെ ഇരിക്കുന്ന. നമസ്കാരം. ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കളിതട്ടുംപാറ എന്ന് പറയുന്ന പ്രദേശത്താണ്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. ആ പ്രദേശം, അതായത് കളിതട്ടുംപാറയിലെ ആ ഒരു വന്യജീവി പ്രശ്നവും കാര്യങ്ങളും, ഒത്തിരി ആളുകൾ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും, ആന, കടുവ, പുലി, പന്നി, മ്ലാവ്, മാന് അങ്ങനെ തുടങ്ങിയ എല്ലാ തരം വന്യജീവികൾ കൊണ്ടും പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കുരങ്ങൊക്കെ ഭയങ്കര ശല്യമാണ് ഈ പ്രദേശത്തൊക്കെ. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മൾ അന്ന് വന്ന് ഈ ഒരു പ്രദേശം മുഴുവൻ നമ്മൾ അവരുടെ ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടാണ്. ഇവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കാണിച്ചതാണ്. ഇതിന് തൊട്ട് മുന്നത്തെ 2 എപ്പിസോഡിലും നമ്മൾ അട്ടയോലി എന്ന് പറയുന്ന സ്ഥലത്ത് പന്നിയെ പിടിച്ച, അതായത് ഒരു കടുവ പന്നിയെ പിടിച്ച ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ കടുവയെ നേരിട്ട് ഒരാൾ കാണുകയും ചെയ്തു. അയാൾ പേടിച്ച് മരത്തിൽ കയറുന്ന സംഭവമൊക്കെ ഉണ്ടായി. അതിനൊക്കെ ഒരു 2-3 ദിവസം മുന്നേ നടന്നൊരു വിഷയമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. 2 സഹോദരിമാർ, ചേച്ചി അനിയത്തി, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടുണ്ട്. ആ വീടിൻ്റെ പ്രവേശത്ത് അവർ താലോലിച്ച് വളർത്തിയ വളർത്തുമൃഗം, അതായത് വളർത്തുനായയെ ഒരു വന്യജീവി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ അത് കടുവയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഏതായാലും സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവിടെ ആ വളർത്തുനായ ചത്തുപോയി. അവർക്ക് പ്രോപ്പറായിട്ടൊരു വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യരാണ്. അവരുടെ അടുത്തേക്കാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പോകാനായിട്ട് പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് മനസ്സ് കാണിക്കുമെന്നും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കളിതട്ടുംപാറ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ചേട്ടനാണ് ജോബിലേട്ടൻ. അപ്പോൾ ജോബിലേട്ടൻ, എന്താണ് ഇവിടെ വന്യജീവി ആക്രമണം തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പിലോമിൻ ചേച്ചിയുടെ വീട്ടിൽ ഈ പറഞ്ഞ നായേനെ ആക്രമിക്കുകയും നായ പിന്നീട് ചത്തുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ചത്തുപോയി നായ ചത്തുപോയി. അപ്പോൾ കടുവയെ തന്നെ അവർ ഫോറസ്റ്റുകാർ വന്നു, ഇവരൊന്ന് നോക്കിയപ്പം പട്ടിക്കടുവയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വൈകുന്നേരവും കടുവയുടെ കാർച്ച മുകളിൽ ഭാഗത്ത് കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്പൊ തൊട്ടടുത്ത പ്രദേശത്ത് ഇന്ന് കടുവേനെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പന്നീനെ പിടിച്ച കണ്ടിട്ടുണ്ട്. എന്തായാലും വന്യമൃഗ കടുവ പോലെയുള്ള മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചില തൊട്ടടുത്ത പറമ്പുകളൊക്കെ ആണെങ്കിലും തെളിക്കാതെ ഇട്ടേക്കുവാണ്. എല്ലാവരും ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി പോയതുകൊണ്ടല്ലേ? എല്ലാവരും പോയിട്ടുണ്ട്. ഇവിടെ താമസക്കാർ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ പറഞ്ഞ ആട് സ്വന്തം പറമ്പ് പോലും തെളിക്കാതെ ഇട്ടേക്കാണ് എല്ലാവരും. അതുകൊണ്ട് മൃഗങ്ങളെല്ലാം ഇപ്പം നിലവിൽ നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങുകയും നമ്മുടെ നട്ടു വളർത്തുന്നതാണ് നശിപ്പിക്കുക. ആനയാണെങ്കിലും ഇപ്പം ഈ അടുത്തൊക്കെ ആനയുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ വളർത്ത എന്തെങ്കിലും ഒരു മൃഗം വന്നാൽ കുരയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഒരു നായനെല്ലാം വളർത്തുന്നത്. ഇപ്പൊ അതും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ. അതെ അതെ അതെ. ഈ വീട്ടിലൊക്കെ 2 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന പോയി നോക്കിട്ട് വരാം. നമ്മളിപ്പോൾ ഏതായാലും വീട്ടിലേക്കാട്ടോ പോകുന്നത്. പിലോ ചേച്ചിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഒരു കടുവ പന്നിയെ പിടിച്ച ആ ഒരു എപ്പിസോഡ് എടുക്കാൻ വന്ന ദിവസം തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. 2-3 ദിവസം മുന്നെയാണ് ഇവിടെ ഈ സംഭവം നടന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ആ ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഫിലോമിന. ചേച്ചി, ഇത് എപ്പോഴാണ് ചേച്ചി സംഭവം നടന്നേ? 2 ദിവസം മുമ്പാ നടന്നേ. ആണതല്ലേ? അപ്പോൾ പട്ടീനെ പിടിക്കാൻ? പട്ടീനെ പിടിച്ചു. 2 മണി സമയത്താ. എന്നുവെച്ചാൽ പട്ടി കരയുന്ന കേട്ടോണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ എന്തോ ഒരു കിൻഡലോളം ഉള്ള സാധനം എടുത്ത് ചാടുന്ന പോലെ ആദ്യം ഒച്ച കേട്ടെ.
ചാടുന്ന വണ്ടി ഇച്ചിരി കഴിഞ്ഞപ്പോൾ പട്ടി കരയുന്ന വെച്ച കേട്ട് കീന്ന്. അപ്പോൾ എന്തോ പട്ടീനെ കടുവ പിടിച്ചതാണെന്ന് അനിയത്തി പറഞ്ഞു. ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഥ തുറന്ന് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും പട്ടി അവിടെ ഒരു തട്ടുണ്ട്, അതിന്റെ കീഴോട്ട് മാറി കുഞ്ഞിക്കൂടി നിൽക്കുക. പട്ടിയുടെ തൊണ്ടേന്ന് ഇങ്ങനെ ചോര ഒഴുകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പട്ടിയെ കടുവ പിടിച്ച് നമുക്ക് പട്ടി പറിക്കുന്നുണ്ട്. അപ്പം വേഗം ഞാൻ പട്ടീനെ പിടിച്ച് തൊടലോടെ ഞങ്ങൾ പെരക്കകത്തോട്ട് കൊടുക്കുന്നത്. നമ്മുടെ പെരയെല്ലാം പോയതാ, മൊത്തം ഒരു കഥ ഒന്നുമില്ല. പെരയുടെ പുറകുവശം എല്ലാം ഇടിഞ്ഞു വിടാതായ പോലെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പട്ടീനെ അങ്ങോട്ട് പെരക്കകത്ത് കയറി. ഞങ്ങൾ വേഗം ഞാൻ പിള്ളോട് പറഞ്ഞു കഥ കടച്ചു, ചിലപ്പോൾ കടുവ ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മളെയും പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പേടിച്ച് വേഗം പെരക്കകത്ത് കയറി കഥ കടച്ചു. ഇത് സംഭവം എവിടെ നടന്നേ സാർ? പുറകുവശത്ത് കാണിക്കാം. ഇതേ പോര് വെച്ചാ നമുക്ക് അടുക്കളയൊന്നുമില്ല, നമ്മുടെ പെരയെല്ലാം പോയിരിക്കും. കണ്ടോ അടുക്കളയെല്ലാം. അപ്പൊ ഇവിടെയാ കെട്ടിയത് ഞങ്ങളെ. ഇതിലിങ്ങോട്ട് ഇവിടെയാ കെട്ടിയത്. ഇവിടെ ഒരു കമ്പിയല കെട്ടിയത്. ഈ പെരയുടെ തൂണും പറിച്ച് ഇവിടെ ഈ കമ്പിയൽ ഇവിടെയായിരുന്നു കെട്ടിയിരുന്നത്. ഇവിടെയാണ് കെട്ടിയിരുന്നത്. ആ പട്ടി അവിടെയായിരുന്നു കിടക്കുന്നേ. അപ്പൊ അവിടെയെല്ലാം പട്ടി മുള്ളിട്ടുണ്ട്. ഞാൻ വേഗം വന്ന് നോക്കും പട്ടിയെ കണ്ടില്ല. പട്ടി ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി. അല്ല കടുവായ ഇവിടുന്ന് അങ്ങോട്ടാ ചാടി. അതിലെ ഓടിയെ. ഞങ്ങൾ അവിടെ കഥവുണ്ട്, ആ കഥവ് തുറന്നു. ഇവിടെയും കഥവ് തുറന്നു, ലൈറ്റ് ഇട്ടു. അന്നേരത്തേനുമാണ് ഓടുന്ന ഒച്ച കേട്ടു. വലിയ ഓടിയെന്ന് ഞങ്ങൾ കണ്ടില്ല. പിന്നെ പട്ടി അങ്ങോട്ട് നോക്കി മുറുമി. അപ്പൊ എനിക്ക് മനസ്സിലായി കടുവ അവിടെ. ആ കാൽപ്പാടുണ്ടായിരുന്നെന്ന്. കാൽപ്പാടെല്ലാം ഉണ്ടായിരുന്നു. കാൽപ്പാട് ഇങ്ങനെ ഇല്ല ചവിട്ടി പോയ ഇവിടെ ഉറച്ചു കിടക്കുന്ന സ്ഥലമാണേലും ഇവിടെയൊക്കെ കാൽപ്പാടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കാൽപ്പാടുണ്ടായിരുന്നു. ആ ഇപ്പൊ മഴ പെയ്ത് വെള്ളം ഒഴുകി പോയത് കൊണ്ട് ഇതിലെ അവനെ എടുത്ത് ചാടി പോയതേ. ഇതിലെ ചാടി ഓടിയേ. പിന്നെ ഇവിടെ എല്ലാം ഞാൻ നമ്മുടെ ഈ അടുത്ത പറമ്പുകാരൊന്നും തെളിക്കുന്നില്ല. 10-15 കൊല്ലമായി. വേറെ എവിടെയുണ്ടോ? ആ ഇവിടെയുണ്ട്. ഇങ്ങോട്ട് പോ. ഇവിടെ തെളി നമ്മുടെ അടുത്ത നമുക്ക് ഈ മുറ്റത്തിന് വീതിയ സ്ഥലമുള്ളേ. ഇപ്പൊ ഇവിടുന്ന ചാവടി ഇതിലെ കാൽപ്പാടുണ്ടായിരുന്നു ശരിക്കും പതിഞ്ഞ്. ആ എന്നിട്ട് ഇതിലെ ചവിട്ടി അങ്ങോട്ട് ഓടിയത്. ഞാൻ പിന്നെ ഈ പെരവട്ടമെല്ലാം ഒന്ന് എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് പറ്റിയായിരുന്നാലും ഞാനൊന്ന് തെളിച്ചിട്ടതാ. അങ്ങനെ ഞാൻ എൻ്റെ പട്ടി നേരത്തോട് നേരമില്ല, അതിനു മുമ്പ് പട്ടി കുടിവെള്ളമായിരിക്കും. ആ ഇത് ഞങ്ങൾ കുടിവെള്ളമാ, തുണി അലക്കുന്നിടവാ ഇവിടെ. മലക്കുന്ന അങ്ങ് ടാങ്ക് ഉണ്ട്, അവിടുന്ന് പൈപ്പ് ഇട്ടേക്കുന്ന. അപ്പൊ ഇതിലാ ഓടിയത് വെച്ചാ ഇവരെ ഇവിടെ വന്നായിരുന്നു. ഇവരവിടെ വന്ന ഇതിലാ ഓടിയത്. അതിലൊക്കെ സ്ഥിരം വന്നിരിക്കുന്നതായിട്ട് വഴിയുണ്ട്. ഞാനിവിടെ തെളിച്ച് ഇന്നലെ ഞാനൊന്ന് പെരവട്ടം തെളിച്ചിട്ടതാ. മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. എന്നാലും ഒന്ന് തെളിച്ചിട്ടതാ. പെരയെല്ലാം ആകെ പോയിരിക്കുന്ന, നല്ലൊരു കഥ ഒന്നുമില്ല. പട്ടി ചത്തുപോയി. പിടിച്ചു. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും പട്ടി ചത്തുപോയി. എന്നാ ഞാൻ മെമ്പറെ വിളിച്ചൊന്ന് പറഞ്ഞതായിരുന്നു മൃഗ ഡോക്ടറെ ഒന്ന് കൊണ്ടുവരണം, പട്ടി എന്നാ നോക്കണമെന്ന്. പക്ഷെ മെമ്പറെ വിളിച്ചുമില്ല, പറഞ്ഞുമില്ല. ഫോറസ്റ്റുകാർ വന്നു. അവര് പറഞ്ഞു എന്നാന്ന് അറിയത്തില്ല, എന്തോ കാട്ടുജീവി പിടിച്ചാന്നൊക്കെ അവര് പറയുന്നേ. പക്ഷെ കാട്ടുജീവി പിടിച്ചാണോ പട്ടിയുടെ കൊങ്ങ കടിച്ചു മുറിച്ച് വലിയ പൊത്തുമായിട്ട് പട്ടി പിറ്റേ നേരമായില്ല, അതിന് മുമ്പ് പട്ടി ചത്തുപോയി. മുഴുത്ത പട്ടിയായിരുന്നു. ഞങ്ങൾ മക്കളെ വളർത്തുന്ന പോലെ അതിനെ വളർത്തിക്കൊണ്ടിരുന്ന. അത് ചത്തുപോയി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തന്നെ പുറത്തിറങ്ങി നടക്കാൻ പേടിയാ. രാത്രി ഞങ്ങൾ ബാത്റൂം പുറത്താ. ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ ഉള്ളത്. ഞങ്ങൾ ഉണ്ടാകുന്ന ഇച്ചിരി സ്ഥലമുണ്ട്. മുഴുവൻ ഉരുള് പൊട്ടി പോയിട്ടൊന്നും ആദായം ഒന്നുമില്ല. സ്ഥലമുണ്ട്, 190 സെന്റ് സ്ഥലമുണ്ട്. പക്ഷെ അതിനകത്ത് ആദായം ഒന്നുമില്ല. 5-6 കശുമാവുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത പറമ്പുകാർ ഒരു 15 കൊല്ലമായി മേടിച്ചിട്ട്. ഇതിങ്ങനെ അടുത്ത പറമ്പുകാരുടെയാ. ഞാനിങ്ങനെ ഈ വട്ടം ഇന്നലെ ഇച്ചിരി തെളിച്ചിട്ടതാ. നമുക്ക് ഈ പ്ലാവിന്റെ അങ്ങനെ അതിരുള്ളൂ. അതിന്റെ ഇപ്പുറത്തോട്ട് താഴോട്ട് എല്ലാം ഫോറസ്റ്റ് പോലത്തെ സ്ഥലമാ. തെളിക്കുന്നില്ല. അവരോട് പറയുമ്പോ അവര് ചീത്തയാ പറയുന്നത്. ഞാൻ പാമ്പൊക്കെ കയറി വരുവാ, ഇടയന്തുക്കള്. പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ രാത്രിക്ക് അയലോക്കാരെ വിളിക്കുമ്പോഴത്തേനും പാമ്പ് ഏരിയയിൽ ഓടിപ്പോകും. വരുമ്പോ ഒട്ട് കാണുകയില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. നമുക്കിപ്പോ ജീവിക്കാൻ വരെ പേടിയാ. വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാൻ തന്നെ. വീടിന്റെ ഒരു അവസ്ഥയാട്ടോ നമ്മളിപ്പോ കണ്ടേ. അല്ല അടുത്തുള്ള ഒരു പെരയെങ്കിലും കിട്ടുവാണെങ്കിൽ പേടിക്കാൻ കിടക്കാം. ഞാൻ പെരയ്ക്ക് ലൈഫ് ഇൻഷുറൻസ് എല്ലാം അപേക്ഷ കൊടുത്തതാ. പെരയ്ക്ക് ഒത്തിരി അപേക്ഷ കൊടുത്തു. നമുക്ക് ഇച്ചിരി സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് യോഗ്യതയില്ല, അർഹതയില്ലെന്നാ പറയുന്നേ ചെല്ലുമ്പോ. പിന്നെ ഞാൻ എന്നാ പറയാനാ, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ആരേലും എടുക്കുമായിരുന്നു. ഞങ്ങൾ എവിടെയാലും പോയി 10 സെന്റേലും മേടിച്ച് പോയേനെ. ആരും ഒട്ടും എടുക്കുന്നുമില്ല. പിന്നെ എന്നാ ചെയ്യാനാ, ഇട്ടിട്ട് പോകാനും പറ്റിയല്ല, കൊത്തിക്കൊണ്ട് പറക്കാനും വരാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഞാനും എൻ്റെ അനിയത്തിയുള്ളൂ. കാര്യം 2 ആൺമക്കളുണ്ട് എനിക്ക്. അവര് നാട്ടിൽ പെമ്പർനോത്തിമാരുടെ വീട്ടിൽ പോയി പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ സൗകര്യത്തിന് അവര് പോയി കിടക്കും. അവർക്കും ഗതിയില്ലാത്തവരാ. അന്നൊന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന മക്കളാ. ഇതിന് മുന്നേ ഈ പ്രദേശത്ത് ഇവിടെ ഇതിന്റെ തൊട്ട് താഴെ അത് അവിടെ വീട്ടിൽ കൂട്ടില് വലിയ കമ്പിക്കൂട്ടിലിട്ടുന്ന പട്ടിയാ. ഒരു അലസേഷൻ പട്ടി, ഒരു 70 കിലോ ഉള്ള പട്ടിയാ.
കൂട്ടിന്ന് വലിച്ചു അടിച്ച് അതിന്റെ അടി പലകയായിരുന്നു. പലക കടിച്ചു മുറിച്ച പട്ടീനെ കൊങ്ങാക്കി കുത്തിപ്പിടിച്ച് ഇതേപോലെ തന്നെ കടിച്ചിമ്പി ചോര കുടിച്ചു. അതൊരു 2 മാസമേ ആയിട്ടുള്ളൂ. ആ പട്ടി ചത്തുപോയി. പിന്നെ ഇവരുടെ ഈ മലയ്ക്കായി കുന്നാ ജോർജ് ചേട്ടൻ എന്ന് പറഞ്ഞ അവരുടെ പട്ടിയെ പിടിച്ചു. അതും കഴുത്തെല്ലാം കടിച്ചു കീറി. ആ പിള്ളേര് പിന്നെ ഓട്ടോറിക്ഷ അത് കടുവയാന്ന് സമ്മതിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ അവർ ആശുപത്രി ഇരുട്ടിയിലെല്ലാം കൊണ്ടുപോയി മൃഗഡോക്ടറെ കാണിച്ച് തുന്നിക്കെട്ടി ഒരു 3-4 പ്രാവശ്യം ഓട്ടോ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർ രക്ഷിച്ചു. ആ പിള്ളേരെ കടവും വഴിയും മേടിച്ചിപ്പം വലിയ കൂടും എല്ലാം ഉണ്ടാക്കിയിട്ട് അവരിപ്പോൾ അതിനകത്ത് പട്ടീനെ വളർത്തുന്നത്. ആ പട്ടിയെ രക്ഷപ്പെടുത്തി അവര്. അവർക്കൊരു 10,000-15,000 രൂപ ചെലവുണ്ട് ആ പട്ടിയെ ചികിത്സിച്ച വകയിൽ തന്നെ. അതാ പറഞ്ഞ ഇപ്പൊ അതാ തൊട്ട് മലയിലാണ് പന്നിയെ പിടിച്ചിപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ അതാ കുന്ന അയ്യാട്ടോലി എന്ന് പറഞ്ഞ നേരെ അക്കരെ കുന്ന. ആ അതിപ്പോ ഞാനിവിടെ കണ്ടു, ഇവരെ വലിയ കണ്ടു. ഞാൻ അത് നേരിട്ട് പുള്ളി കണ്ടെന്ന് തന്നെ പറഞ്ഞു. ആ ചേട്ടൻ കണ്ടെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞ ആരെങ്കിലും കണ്ടത് എനിക്കിങ്ങനെ ഞാൻ ഈ നുണ പറഞ്ഞ് വഴിച്ചിട്ടില്ല. എനിക്ക് സത്യം മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതിന്റെ പേരിൽ ഒച്ച കേട്ടു. ഒരു 2 കിൻഡലുള്ള ചാടുന്ന പോലത്തെ ഒച്ചയാണ് കേട്ടത്. ഞാനോട് അതാ പെരയുടെ തൂണ് വരെ പറഞ്ഞു പോയിരുന്നു കടുവ പട്ടിയെ പിടിച്ചപ്പോഴത്തേനും. ആനയോ നമ്മുടെ ഈ മണ്ടയ്ക്ക് എല്ലാം ആനയാ. ആനയും കാട്ടുപന്നി ഒരു സാധനം കുഴിച്ചു വെക്കത്തില്ല മാനെ. ഞാൻ എന്നിട്ട് ഈ മിറ്റം വീതിയേ ഉള്ളൂ നമുക്ക് സ്ഥലത്തിന്. ആ മിറ്റത്തിന് താഴെ ഞാൻ തെളിച്ചിട്ട് വല്ല പച്ചപ്പയറും ചേമ്പും എല്ലാം നടന്നതാ. മുഴുവൻ വന്ന് തിന്നോ, ഒന്നും കിട്ടുകയല്ല വേലയെടുത്താൽ. എന്നാ ചെയ്യാൻ പറ്റും? ഇന്നലെ ആ മോളിൽ നിന്ന് കാറിന് ഒച്ച കേട്ടിട്ടുണ്ട് കടുവയുടെ. ആ കടുവയുടെ ഒച്ച ഈ പാറയ്ക്കിട്ട് ചിരട്ടയിട്ട് ഉരയ്ക്കുന്ന പോലെയുള്ള ഒച്ച. എന്നിട്ടോ ആ പട്ടിയെ പിടിച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ ഭയങ്കര ഒച്ചയായിരുന്നു. കാര്യം പോർച്ചുകാരെന്നോട് പറഞ്ഞു പിന്നെ എന്തെങ്കിലും ഒച്ചപ്പാട് കേട്ടാ വിളിച്ചാൽ ഈ പാതിരാത്രിക്ക് അവരെ വിളിച്ചാൽ അവർ വരുമോ, വിളിച്ചാൽ ഫോൺ എടുക്കുവോ? ഞങ്ങൾ പിന്നെ എന്നാന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങുന്നില്ല. മൂത്രം ഒഴിക്കാൻ വരെ പേടിയാ, പേടിച്ചിട്ട്. ടോയ്ലറ്റൊക്കെ പുറത്താണല്ലോ. ആ ടോയ്ലറ്റും പുറത്താ ഉള്ളത്. സത്യം പറഞ്ഞാൽ ജീവൻ പേടിച്ചിട്ടാ ഇവിടെ കിടക്കുന്നത്. രാത്രി ഒരു ദിവസം വന്ന് അവരെ തുടിമരത്തിന് വന്നൊരു പടക്കം പൊട്ടിച്ചു പോയി. അതുകൊണ്ട് എന്നാ കാര്യമുള്ളേ? പിടിച്ചു തന്ന് പടക്കവും പൊടിച്ചു പോയി. പിന്നെ ആയപ്പോൾ ഇതേ കടുവയും കാറുന്നുണ്ട്. ഇവിടെ വരുന്ന ചവിട്ടുപാട് ഞാൻ ഇന്നലെ തെളിക്കുമ്പോൾ കാണുന്നുണ്ട് പെരയുടെ വട്ടത്ത്. ഇതിന് താഴോട്ട് മുഴുവൻ പോർച്ച് പോലെ കിടക്കുക. തെളിക്കാൻ പറഞ്ഞാൽ അവർ തെളിക്കുകയോ ഇല്ല. ഞങ്ങൾ എന്നാ ചെയ്യും? ഓരോരുത്തരുടെ സ്ഥലം മുകളിലേക്കും ഉണ്ട്. 10-200 ഏക്കർ സ്ഥലം മേടിച്ചിട്ടേക്കുന്നത്. അതും തെളിക്കുകയല്ല, പണിയെടുക്കുകയല്ല. ഇത്തരം ജീവികൾക്കൊക്കെ സൗകര്യമാണല്ലോ അല്ലേ? എല്ലാത്തിനും സൗകര്യം. രാത്രി തന്നെ വണ്ടിയെ മൂടിക്കെട്ടി കൊടുന്ന് വിട്ടേച്ച് പോകുന്നുണ്ടെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഈ കടുവയും പുല്ലിനെയും ഒക്കെ ഫോറസ്റ്റുകാർ എല്ലായിടത്തു നിന്നും പിടിക്കുന്നുണ്ടല്ലോ. എന്താ ഇതിനൊന്ന് കൂടെങ്ങാനും കൊണ്ട വെച്ച് പിടിച്ചോണ്ട് പോവാണെങ്കിൽ ഞങ്ങൾക്ക് പേടിക്കാതെ കിടന്നു. അതൊക്കെ ഭയങ്കര പണിയാവുന്ന നടക്കുന്ന കാര്യമല്ലെന്ന്. കൂട് വെക്കുന്ന കാര്യം ചോദിച്ചായിരുന്നു. കൂട് വെക്കുന്ന കാര്യം അവള് ചോദിച്ചു. ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോയതായിരുന്നു. എന്നിട്ട് ഇവിടെ കേക്കല് എന്നാടി ഗ്രേസി പുലിയാന്ന് ഇവിടെ പറഞ്ഞു. എന്നിട്ട് വേറെ അയാളെ ഫോൺ വിളിച്ചപ്പോ അയാൾ എന്നാടിന്ന് പറഞ്ഞടി അത് കഴിഞ്ഞ ഡോങ്കാന്ന് എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവര് സംസാരിക്കുന്ന സമയത്ത് ഇവക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലെന്ന് അയാൾ ഓർത്തെ. ഇവള് BDCയും പഠിച്ച് നഴ്സിംഗും പഠിച്ച രോഗിയായി പോയതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ആയിപ്പോയതാ. ഇവക്ക് അറിയാം, പക്ഷെ അയാൾക്ക് അറിയത്തില്ലല്ലോ ഇംഗ്ലീഷ് അറിയാവുന്ന. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചപ്പോ പറയുന്നു ടൈഗറാന്ന്. ഞങ്ങളോട് പറയുന്നു പട്ടിപ്പുലിയാ കഴുതപ്പുലിയാന്നൊക്കെ പറയുക. ഞങ്ങളോട് തമ്മി പറയുന്ന കേട്ടപ്പോ കാര്യങ്ങൾ മനസ്സിലായി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ കാൽപ്പാടൊക്കെ കണ്ടപ്പം മനസ്സിലായി. അറിയാലേ? ചേച്ചിയുടെ പേരെങ്ങനെയാ? പേര് ഗ്രേസി. അന്ന് എത്ര മണിയായപ്പോൾ ചേച്ചിയാണ് ആദ്യം അറിഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങള് ബാത്റൂമിൽ പോകാൻ പോയിട്ട് പിന്നെ ചേച്ചി വേഗം കിടന്നു ഒന്ന് മയങ്ങി. എനിക്ക് ഉറക്കം വരുന്നില്ല എന്ത് ചെയ്താല്. ഞാൻ അങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തോ വലിയ ഒരു കരിങ്കല്ലെടുത്ത് വീഴുന്ന പോലത്തെ ബൗണ്ടില്ല. അതെന്നുവെച്ചാല് ഒരു കിണ്ടലൊക്കെ 1.5-2 കിണ്ടലുള്ള സാധനം മുകളിൽ നിന്ന് എടുത്ത് ചാടിയാൽ എങ്ങനെ ഇരിക്കും. അപ്പഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമ്മളെ പട്ടിയെ കടുവ പിടിച്ചു കീന്നൊന്നും കരഞ്ഞവള്. പട്ടി കൊരങ്ങാവള്ളിയൊക്കെ മുറിഞ്ഞിട്ടാ ബ്ലഡ് വന്നത്. അത് ചാരം വെള്ളം കുഴച്ച് തേച്ച് അതിനെ രാത്രി തന്നെ അങ്ങനെ ചെയ്തു. രാത്രി തന്നെ അറിയിച്ചായിരുന്നോ? അറിയിക്കാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ പറഞ്ഞു വന്നപാടെ ഈ മക്കള് ഇവര് ചേട്ടനും അനിയനും ആ മക്കളെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നുള്ളൂ. അവര് വന്ന് ഞങ്ങളെ നിർത്തി പട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു, ചാനലിലൊക്കെ ഇട്ടു. അവര് വലിയൊരു സന്മനസ് ആ മക്കൾ കാണിച്ചു. വേറെ പഞ്ചായത്ത് മെമ്പറെയൊക്കെ അറിയിച്ചിട്ട് അവരൊക്കെ ഞങ്ങളുടെ നേരെ വലിയ അവഗണന. ഞങ്ങളെ ഒരു കാര്യത്തിലും അവര് നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ സങ്കടം. തലേ കൈവച്ചുള്ള പ്രസംഗമൊക്കെ ആയിരുന്നു. നമ്മളെ പോലെയുള്ളവരോട് കാണിക്കുന്ന വലിയ അവഗണന. ഒരു പാവപ്പെട്ടവൻ എന്ത് പറ്റിയാലും
അവനെ തിരിഞ്ഞു അത്യാവശ്യമായിട്ട് വേണ്ട ഒരു അടച്ചുറപ്പുള്ള ഒരു വീടല്ലേ? അത്യാവശ്യമാണ് മോനെ. അടച്ചുറപ്പുള്ള ഒരു വീടില്ല എന്നുള്ളത് ഒരു വലിയ കഷ്ടതയാണ്. പിന്നെ ചികിത്സയും രോഗിയാണ് ഞാൻ. എൻ്റെ 2 കണ്ണിന് കാഴ്ചയില്ല, കൈകാലുകൾക്ക് ഈ കാലിന് ഇപ്പം നീരാ, 2 കാലിലും നീര്. അങ്ങനെ ഒരു മാസം തന്നെ 10,000 രൂപയുടെ ഗുളിക മേടിച്ച് കഴിക്കണം. ഗവൺമെൻറ് ഗുളികയൊന്നും പോരാ, പരിയാരത്തുനിന്നും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഗുളികകളാണ് കഴിക്കേണ്ടത്. എനിക്കും വീടുമില്ല, സ്ഥലവും ഇല്ല. എൻ്റെ സഹോദരി ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ജീവിക്കുന്ന, അത് തൊഴിലുറപ്പ് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്, അല്ലാതെ വേറെ വരുമാനമൊന്നുമില്ല ഞങ്ങൾക്ക്. സഹോദരങ്ങളായതുകൊണ്ട് അവർക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റിയല്ലോ. രോഗം കൂടുതലായപ്പോൾ എൻ്റെ കെട്ടിയോൻ എന്നെ ഉപേക്ഷിച്ച് പോയി. മക്കളൊന്നുമില്ല, ആരുമില്ല. ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് തുണ. അതുകൊണ്ട് ഇന്നിപ്പം ജീവനോടെ ഇരിക്കുന്ന. ഭയങ്കര അവസ്ഥയല്ലേ അവരുടെ? ഭയങ്കര അവസ്ഥയാണ്. ഇപ്പോൾ ബിലോജിച്ചിലൊക്കെ അവസ്ഥ കണ്ടിട്ട് ഏകദേശം 1 ഏക്കർ സ്ഥലം മുകളിലുണ്ട് ഇവർക്ക്. അതെ. അപ്പോൾ അതുകൊണ്ട് ഒരു വീടിന് അപേക്ഷിച്ചാൽ പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. സ്ഥലം ഉള്ളതിന്റെ പേരിൽ അവർക്ക് നിഷേധിക്കണം. പക്ഷേ ഈ സ്ഥലം കൊണ്ട് അവർക്ക് ഒരു കാര്യമില്ല. സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ വീടിരിക്കുന്നതിന് മുകളിലോട്ടാണ് സ്ഥലം കിടക്കുന്നത്. അതെ. അപ്പോൾ ഒരു ആദായം നിലവിൽ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. എല്ലാ മൃഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അവർ ആ പ്രായമായി വരുന്ന 2 പേരാണ്. അതെ. അപ്പൊ അവർക്ക് ഒരാൾ രോഗി. അതെ. അപ്പം അവരുടെ കണ്ണീരിന്റെ ഒരു വില നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സത്യം. അടച്ചുറപ്പുള്ള ഒരു വീട് അവര് ചോദിക്കുന്ന ഒരേ ഒരു വീട് മാത്രം, അവർക്കൊരു അടച്ചുറപ്പുള്ള ഒരു വീട്. 5-6 ലക്ഷം രൂപ മുടക്കി ഒരു വീട് കിട്ടും. ഒരു ബെഡ് ഷെഡ് പണിയാൻ 7 ലക്ഷവും അല്ല അങ്ങനെയെല്ലാം കൊടുക്കുന്ന ഒരു പൈസ ഉണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ 1 ഏക്കർ സ്ഥലം ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അങ്ങനെയാണോ നിലവില്? അല്ല. ഇവർ ഈ പാവപ്പെട്ട 2 പേർക്ക് അവരുടെ കണ്ണീര് കണ്ടിട്ട് ഒരു വീട് കൊടുക്കാൻ പറ്റുകയാണ്. അത് ഏറ്റവും വലിയ നല്ലൊരു കാര്യമായിരിക്കും. വളരെ അവസ്ഥയാട്ടോ. ആ ഒരു പാവം 2 സ്ത്രീകളുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവരുടെ ആ വിഷമമൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ടീച്ചറെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. വല്ലാത്തൊരു അവസ്ഥയെ കൂടെയാണ് ആ പാവം മനുഷ്യർ കടന്നു പോകുന്നത് കേട്ടോ. അവരുടെ വീടിൻ്റെ പുറകെ നിന്നാണ് ആ പട്ടിയെ കൊണ്ടുപോയത്. ഒന്നാമത് എന്നാണെന്നറിയോ, അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, 2 പേരും ഒറ്റയ്ക്ക്, ചേച്ചി അനിയത്തി ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഒരാളുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വളർത്തുനായാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അതിനോടുണ്ടാകുന്ന അറ്റാച്ച്മെൻ്റൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു അപ്പുറമായിരിക്കും. അത് അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു പട്ടിയല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുമായിരിക്കും. പക്ഷെ അല്ല, അവർക്ക് അതിനേക്കാട്ടും കൂടുതൽ ആ ഒരു ജീവിയോട് ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവും എന്നുള്ളതാണ് പല അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ഏതായാലും അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മാത്രമല്ല അത് പിടിച്ചത് കടുവയാണെന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. സ്ഥിരീകരിച്ചിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ഞാൻ ഏതായാലും അവരുടെ വാക്ക് അവിശ്വസിക്കുന്നില്ല. കാരണം അവർ പല തവണയും ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് തൊട്ട് മുന്നേ ഞാൻ പോയത് അങ്ങാടിക്കടവ് എന്ന പ്രദേശത്താണ്. അത് നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങാടിക്കടവ് പ്രദേശത്തെ ഒരു പന്നിയെ കടുവ പിടിച്ചിട്ടിരിക്കുന്ന ഒരു രംഗവും അത് നേരിട്ട് കണ്ട കടുവയുടെ മുമ്പിൽ ചെന്നപ്പെട്ട ഒരു ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മലയുടെ അങ്ങേ സൈഡായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ജീവികൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ അധികം താമസമൊന്നും വേണ്ട. ഒരു പക്ഷേ അത് തന്നെ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് സ്ഥിരീകരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അവർ പറയുന്നതിനെ ഞാനൊട്ടും അവിശ്വസിക്കുന്നുമില്ല. ഏതായാലും ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് മലയോര മേഖലയിലുള്ള പല ആളുകളും കടന്നു പോകുന്നത് കേട്ടോ. അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഞാനില്ലാത്ത ആഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വീടില്ലാത്തതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന നല്ലവരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ, നമ്മൾ എന്തെല്ലാം പൈസ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു തുക ആ ഒരു മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് പറ്റുവാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അവർക്ക് പറ്റുവാണെങ്കിൽ ഒരു വളർത്തുനായം കൂടെ മേടിച്ച് കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് വലിയ വിലയുടെ ഒന്നുമല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സാധാരണ ഒരു നാടൻ പട്ടിയാണെങ്കിലും ഒരു പട്ടിക്കുഞ്ഞിനെ മേടിച്ച് അവർക്ക് കൊടുക്കണമെന്നും ഒരാഗ്രഹമുണ്ട്. പോയതിന് പകരം ഒരു പട്ടിക്കുഞ്ഞാട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.